സുഹൃത്തുക്കളെ, ആദ്യം ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. രണ്ടാം ഊഴം സിനിമയാക്കാൻ എനിക്ക് യോഗമില്ല, വിഷമവും കുറ്റബോധവും ഉണ്ട്. ശ്രീകുമാർ മേനോൻ. ആരാണ് ശ്രീകുമാർ മേനോൻ എന്ന് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മോഹൻലാലിനെ വെച്ചിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടനെ നശിപ്പിച്ച മനുഷ്യൻ എന്ന രീതിയിലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിന് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കൂടി സ്വയം സമർപ്പിച്ചതിന് ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ് അതെന്നൊക്കെ പറയേണ്ടി വരും. നമുക്കറിയാം, ഒടി എന്ന് പറയുന്ന സിനിമ, ആ ഒരൊറ്റ സിനിമയോട് കൂടിയിട്ടാണ് മോഹൻലാൽ നമ്മുടെ മുമ്പിൽ മാറിപ്പോകുന്നത്. ഒടി എന്ന് പറയുന്ന സിനിമ കണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. തുടക്കത്തിൽ ഒരു ഒടിയനെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഒടിയൻ അത്യാവശ്യം നല്ല താടൊക്കെയുള്ള തടിച്ചിട്ട് കണ്ണുകളൊക്കെ ഇങ്ങനെ ചീർത്ത പോലുള്ള മുഖമൊക്കെ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു സിനിമയിലാണ് പിന്നീട് ഈ ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ഈ മോഹൻലാലിനെ ഒരു 20 വയസ്സ് ചെറുപ്പമാക്കിയിട്ടാണ് ഈ ഒരു സിനിമയിൽ ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ. പിന്നീട് നമ്മൾ ലാലേട്ടനെ കണ്ടത് മീശൊക്കെ പഠിച്ച് ക്ലീൻ ഷേവ് ചെയ്ത ഒരു രൂപത്തിലായിരുന്നു. സങ്കടം തോന്നിപ്പോകുന്ന ഒരു രൂപം തന്നെയാണ് അതെന്ന് പറയേണ്ടി വരും. പിന്നീട് ആ ഒരു സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്ത മിക്ക സിനിമകളും വിജയിച്ചിട്ടില്ല. പിന്നീട് അതിലിടയ്ക്കും വിജയിച്ചു പോയത് ഒരുപക്ഷെ തിരക്കഥയുടെ ശക്തി കൊണ്ട് മാത്രം എന്നൊക്കെ പറയാവുന്ന 1-2 സിനിമകൾ മാത്രമാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടൻ്റെതായിട്ട് വിജയിച്ചത്. എന്തായാലും ഈ ഒരു മനുഷ്യൻ പിന്നീട് ആഗ്രഹിച്ച സംഗതി എന്ന് വെച്ചാൽ, MTയുടെ തിരക്കഥയിൽ മഹാനായ MT അന്തരിച്ചുപോയ ആ മഹാനായിട്ടുള്ള MTയുടെ തിരക്കഥയിൽ ഭീമൻ രണ്ടാം ഊഴം എന്ന് പറയുന്ന ആ ഒരു ഗംഭീര നോവലുണ്ട്. ഭീമനെ ആസ്പദമാക്കി രചിച്ച നോവലാണ്. ഭീമൻ എന്താണോ നമ്മുടെ ആ ഒരു കഥയിലുള്ളത്, പുരാണ കഥയിലുള്ളത്, അതല്ലാത്തൊരു ഭീമനെയായിരുന്നു രണ്ടാം ഊഴം എന്ന് പറയുന്ന ആ ഒരു കഥയിലൂടെ MT നമുക്ക് തന്നത്. ആ ഒരു ഭീമനെ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന നടൻ എന്ന് പറയുന്നത് മോഹൻലാൽ മാത്രമാണ്. ഒരു പക്ഷേ ഒരു തരത്തിൽ നമ്മുടെ ആ ഒരു തടിച്ച ശരീരമുള്ള നമ്മൾ സങ്കല്പിച്ച ഒരു ഭീമന്റെ രൂപം ഉണ്ടല്ലോ, ആ ഒരു രൂപം ഉണ്ടായിരുന്നു നമ്മുടെ മോഹൻലാലിന് ഏറെക്കാലം മുമ്പ് തന്നെ. ആ ഒരു ഒടി എന്ന് പറയുന്ന സിനിമ വരെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നീട് ഈ ഒരു സിനിമ എടുക്കാൻ സാധിക്കില്ല എന്ന് ഒരു പക്ഷേ ഈ ഒടി എന്ന് പറയുന്ന സിനിമ നമ്മുടെ MT വാസുദേവൻ നായർ കണ്ടിരിക്കാം. അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകുന്ന ഒരു കാര്യം, ഈ ഒരു കാര്യം മിക്കവാറും നമ്മുടെ ഈ ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന ഈ മനുഷ്യന് നടക്കില്ല, അദ്ദേഹത്തിനോട് കൊണ്ട് നടക്കുന്ന കാര്യമെല്ലാം തിരിച്ചറിഞ്ഞിരിക്കും. പലപ്പോഴും ഇത്തരം പുരാണ കഥകളൊക്കെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒപ്പം നിന്നിട്ടുള്ള ഒരു മനുഷ്യൻ അത് ഹരിഹരനാണ്. ഹരിഹരൻ MTയോടൊപ്പം ചേർന്ന് നിന്ന സിനിമകൾ മുഴുവൻ ക്ലാസിക്കുകളായിരുന്നു, അടിപൊളി സിനിമകളായിരുന്നു, ഒരു സംശയമില്ല. എന്തായാലും ശ്രീകുമാർ മേനോൻ ഈ ഒരു സംഗതി പറഞ്ഞപ്പോൾ അതിനടിയിൽ എഴുതിയ കമന്റുകളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നാൽ സത്യസന്ധമാണ്. എന്നും ആ സ്നേഹവും കടപ്പാടും ഉണ്ടായിരിക്കും എന്നാണ് ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ രണ്ടാം ഊഴം എന്ന് പറയുന്ന ആ സിനിമ എടുക്കാത്തതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും. താങ്കൾക്ക് വിഷമവും കുറ്റബോധവും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടെന്ന കാര്യം കൂടി താങ്കൾ അറിയിക്കുന്നു. നോക്കൂ, ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പോലും പോസ്റ്റ് ഇട്ടിട്ടില്ല. അതിലെങ്ങാനും തൊട്ടാൽ തന്റെ കൈ വെട്ടുമെന്നാണ് വിദ്യ പ്രദീപ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. ഭാഗ്യം അതിൽ കയറി കൈവയ്ക്കാൻ ജന്മസുഹൃതം ആ മഹാനുഭാവന്റെ. MTക്കെതിരെ കേസ് കൊടുത്തും അന്നും ഇയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പെടും, MTയുമായി യോജിച്ചു പോവുക. 1000 കോടി ക്ലബിൽ കയറാൻ നടന്നു. ഒരാൾ പോലും സിനിമ ഇൻഡസ്ട്രി ഇയാളെ വിശ്വാസമില്ല, പൊങ്ങച്ചം മാത്രമാണ് ഇയാളെ മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് താഴത്ത് കാണുന്ന കമന്റുകളിൽ ഒന്നുപോലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇയാളെ അംഗീകരിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തൊക്കെയായാലും ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത്. കാരണം ഈ ഒരു തിരക്കഥ തയ്യാറാക്കിയ മനുഷ്യനായിരുന്നു MT. ആ തിരക്കഥ പിന്നെ രണ്ടാം ഊഴം നോവൽ തിരക്കഥാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ശ്രീകുമാർ മേനോന്റെ കയ്യിൽ കൊടുത്തു. പക്ഷെ ഇയാൾക്കത് നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ കൊടുത്തില്ല. നോക്കൂ, MT എന്ന് പറയുന്ന ആ മഹാനുഭാവന് ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന ഈ മൊയന്ത് ആ ഒരു തിരക്കഥ നൽകിയില്ല എന്നതാണ്. നൽകിയില്ല എന്ന് മാത്രമല്ല, അവസാനം ഈ ഒരു കഥാകാരൻ കേസിന് പോകേണ്ടി വന്നു, കോടതിയിൽ കയറിയിട്ടുണ്ടെന്നു. രണ്ടാം ഊഴത്തിന് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള തിരക്കഥ തിരിച്ചു കിട്ടാൻ 2018 MT വാസുദേവൻ നായർ നൽകിയ ഹർജിയിലാണ് അനുകൂല തീരുമാനം ഉണ്ടായത്. എന്തായാലും MTക്ക് അനുകൂലമായിട്ടാണ് തീരുമാനം ഉണ്ടായത്. ആ തിരക്കഥ ഒരു തരത്തിലും നമ്മുടെ ശ്രീകുമാർ മേനോന് ഉപയോഗിക്കാൻ ഒരു അവകാശവുമില്ലെന്ന് കോടതി പറഞ്ഞു കളഞ്ഞു. 2014 രണ്ടാം ഊഴം സിനിമയാക്കാൻ MTയും ശ്രീകുമാർ മേനോനുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടത്. 2 വർഷത്തിനകം സിനിമയുണ്ടാക്കുമെന്നായിരുന്നു കരാറ്. 3 വർഷം കഴിഞ്ഞിട്ട് സിനിമാ ജോലികൾ തുടങ്ങാത്തതിനാൽ 2018 തിരക്കഥ തിരികെ ചോദിച്ചിട്ട് കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയിൽ നമ്മുടെ MT വന്നെത്തിയതാണ്. ഒരുപക്ഷെ
MT കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം തന്നെ ആയിരിക്കണം ഈ ഒരു ചെങ്ങാതി ആ സിനിമ സംവിധാനം ചെയ്യാതിരുന്നത്. അത് മോഹൻലാൽ തന്നെയാണ് അഭിനയിക്കുന്നു പറഞ്ഞിരുന്നു. മോഹൻലാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കറിയാം. പലപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണ് പോലും അഭിനയിക്കും. കണ്ണിന്റെ ഈ തടക്കം ഇങ്ങനെ അഭിനയിക്കുന്ന വിറച്ചു നിൽക്കുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. ഇതൊന്നും ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പച്ച മലയാളം പോലെ കേരളീയർ മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിനൊക്കെ പുറകില് ഇദ്ദേഹമാണ് എന്ന് കൂടിയാണ് ഇപ്പോൾ മലയാളികൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇദ്ദേഹം ഇങ്ങനത്തെ വല്ല ഉദ്യമത്തിന് തിരിയുമ്പോൾ ഇത്ര ശക്തമായിട്ടൊക്കെ ആളുകൾ എതിർക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും രണ്ടാമൂടെ ഇറങ്ങണമായിരുന്നു, അത് മോഹൻലാലത്തിന് അഭിനയിക്കണമായിരുന്നു. പക്ഷേ ആ തിരക്കഥ ഉപയോഗിക്കേണ്ടത് ശ്രീകുമാർ മേനോൻ അല്ല, ഹരിഹരനാണ്. ഹരിഹരൻ ഇപ്പോഴുണ്ട്. MTയുടെ ഒരു മനസ്സ് ഒപ്പം കൊണ്ടുനടക്കുന്ന ഒരു സംവിധായകനാണ്. ഒരുപക്ഷെ ആ തിരക്കഥ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിഗംഭീര സിനിമയായിട്ട് നമ്മുടെ മുമ്പിൽ രണ്ടാമൂഴം ഇറങ്ങുമെന്നതിൽ സംശയമൊന്നുമില്ല. MT ഇല്ല, പക്ഷേ ഒരു വലിയ പ്രതീക്ഷയാണ് മോഹൻലാൽ അതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ. ബൈ.